നമസ്കാരം. സാധാരണയായി ആകാശത്ത് എന്തെങ്കിലും പ്രകാശം കണ്ടാൽ നമ്മൾ അതിനെ ഉൽക്കകളോ വിമാനങ്ങളോ ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളോ ആയിട്ടാണ് മുദ്രകുത്താറ്. എന്നാൽ ഹെസ്ഡാലൻ ലൈറ്റ്സ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് ആത്മീയമായൊരു മിഥ്യയോ അല്ലെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരൻ്റെ തോന്നലോ അല്ല. കാരണം ഈ പ്രകാശങ്ങളെ ആധുനിക റഡാറുകളും സെൻസറുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭൗതികമായി അവിടെ എന്തോ ഒന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്നോ വിശദീകരിക്കാൻ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 1981 തുടക്കത്തിലാണ് ഹെസ്ഡാലൻ താഴ്വരയിലെ ജനങ്ങൾ ആകാശത്ത് വിചിത്രമായ വെളിച്ചങ്ങൾ കാണാൻ തുടങ്ങിയത്. ചിലപ്പോൾ വലിയൊരു കാറിന്റെ വലുപ്പമുള്ള പ്രകാശഗോളങ്ങൾ പർവ്വത നിരകൾക്ക് മുകളിൽ നിശ്ചലമായി നിൽക്കും. ചിലപ്പോൾ അവ അതിവേഗത്തിൽ താഴേക്ക് പാഞ്ഞു വരികയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ പ്രകാശങ്ങൾക്ക് മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ വ്യത്യസ്ത നിറങ്ങളാണ് ഉണ്ടാകാറ്. ഏറ്റവും വിചിത്രമായ കാര്യം ഈ പ്രകാശങ്ങൾ ചിലപ്പോൾ രണ്ടായി പിളരുകയും പിന്നീട് വീണ്ടും ഒന്നായി മാറുകയും ചെയ്യും എന്നതാണ്. സാധാരണഗതിയിൽ ഒരു പ്രകാശ സ്രോതസ്സിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. 1981 1984 ഇടയിൽ ആഴ്ചയിൽ 15 മുതൽ 20 തവണ വരെ ഇത്തരം കാഴ്ചകൾ അവിടെ പതിവായിരുന്നു. ഇതോടെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ താഴ്വരയിലേക്ക് ഒഴുകിയെത്തി. ഹെസ്ഡാലിൻ പ്രകാശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രലോകം പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രൊജക്ട് ഹെസ്ഡാലിൻ. അവർ അവിടെ അത്യാധുനിക ക്യാമറകളും ലേസർ സംവിധാനങ്ങളും സ്പെക്ട്രോസ്കോപ്പുകളും സ്ഥാപിച്ചു. പഠനങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം ഈ പ്രകാശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് അതിശക്തമായ ഊർജം ആവശ്യമാണ് എന്നാണ്. സാധാരണയായി ഒരു വസ്തു കത്തണമെങ്കിൽ അതിന് ഓക്സിജനോ മറ്റിന്ധനങ്ങളോ ആവശ്യമാണ്. എന്നാൽ വായുവിൽ യാതൊരു ഇന്ധനവും ഇല്ലാതെ എങ്ങനെയാണ് ഈ പ്രകാശഗോളങ്ങൾ മിനിറ്റുകളോളം തിളങ്ങി നിൽക്കുന്നത്? അവിടെയാണ് ശാസ്ത്രം കുഴങ്ങുന്നത്. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹെസ്ഡാലിൻ താഴ്വരയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഇതിന് കാരണമെന്നാണ്. അവിടുത്തെ മണ്ണിൽ സിങ്ക്, അയൺ, കോപ്പർ തുടങ്ങിയ ധാതുക്കൾ ധാരാളമുണ്ട്. ഇത് താഴ്വരയിലെ ഒഴുകുന്ന പുഴയിലെ സൾഫറിന്റെ സാന്നിധ്യവും അന്തരീക്ഷത്തിലെ വാതകങ്ങളും ചേർത്ത് ഒരു വലിയ നാച്ചുറൽ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്നുണ്ടാകാം. മറ്റൊരു ശാസ്ത്രീയമായ വിശദീകരണം ഇതൊരു കോൾസ് പ്ലാസ്മ പ്രതിഭാസമാണ് എന്നാണ്. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ അയോണീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാവാം ഈ വെളിച്ചം. പക്ഷേ പ്ലാസ്മയ്ക്ക് ഇത്രയും കൃത്യമായ ഗോളാകൃതിയിൽ ഇത്രയും സമയം നിലനിൽക്കാൻ സാധിക്കില്ല. കൂടാതെ ലേസർ രശ്മികൾ ഈ പ്രകാശത്തിലേക്ക് അയച്ചപ്പോൾ അവ തിരികെ പ്രതിഫലിച്ചതായി ഗവേഷകർ കണ്ടെത്തി. ഇതിനർത്ഥം ആ പ്രകാശഗോളങ്ങൾക്കുള്ളിൽ എന്തോ ഖരരൂപത്തിലുള്ള ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവ അത്രത്തോളം സാന്ദ്രതയുള്ളതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലർ ഇതിനെ അന്യഗ്രഹ ജീവികളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ശാസ്ത്രം ആ വാദത്തെ തള്ളിക്കളഞ്ഞു. പകരം നമ്മൾ ഇന്നുവരെ തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു പുതിയ ഭൗതിക നിയമമാണോ ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് ഗവേഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഹെസ്ഡാലൻ ലൈറ്റ്സിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അവയുടെ സഞ്ചാര വേഗതയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ താണ്ടാൻ ഇവയ്ക്ക് കഴിയുന്നു. വായുവിന്റെ പ്രതിരോധം പോലും ഇല്ലാതെ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ ഒരു ഭൗതിക വസ്തുവിന് എങ്ങനെ സാധിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. കൂടാതെ ഈ പ്രകാശങ്ങൾ വായുവിൽ അപ്രത്യക്ഷമാകുമ്പോൾ അവിടെ യാതൊരു അവശിഷ്ടങ്ങളും ഉണ്ടാകാറില്ല. 1998 മുതൽ ഈ താഴ്വരയിലെ ഒരു ഓട്ടോമാറ്റിക് മെഷർമെന്റ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഇന്റർനെറ്റിലൂടെ തത്സമയം താഴ്വരയിലെ പ്രകാശങ്ങൾ കാണാൻ സാധിക്കും. ഇത്രയും നിരീക്ഷണങ്ങൾ നടന്നിട്ടും ആധുനിക കമ്പ്യൂട്ടറുകൾക്ക് പോലും ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയിലെ ഊർജ്ജത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള അറിവ് എത്രമാത്രം പരിമിതമാണെന്നത് ഈ പ്രതിഭാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ കണ്ടെത്തിയേക്കാവുന്ന പുതിയൊരു ഊർജ്ജ സ്രോതസ്സിന്റെ താക്കോലായിരിക്കാം ഈ അജ്ഞാത പ്രകാശങ്ങൾ. ശാസ്ത്രം തോൽക്കുന്നിടത്തല്ല, മറിച്ച് ശാസ്ത്രം ഇനിയും വളരേണ്ട ഇടത്താണ് ഹെസ്ഡാലിൻ ലൈറ്റ്സ് നിലകൊള്ളുന്നത്. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. നോർവേയിലെ ആ തണുത്ത ആകാശത്ത് ഇന്നും ആ അജ്ഞാത വെളിച്ചങ്ങൾ ലോകത്തിന് പിടികൊടുക്കാതെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.